ലെനോവോ Y700 2025 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ് എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ ആയിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും. ഇപ്പം ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ Y700 2025 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 8.8 ഇഞ്ചിൻ്റെ 2.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. റെസൊല്യൂഷൻ വരിക 2560x1600 ആയിരിക്കും. പിന്നെ ഇതിൽ LCD പാനൽ വരാൻ ചാൻസ് ഉള്ളൂ. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ വരുമെങ്കിലും അമോലെഡ് ഡിസ്പ്ലേ ഒന്നും ഇതിൽ വന്നോളണം എന്നില്ല. LCD പാനൽ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കൂടിയ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരും. പിന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ടാബിൻ്റെ ബ്രൈറ്റ്നസ് വരിക 500 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഭയങ്കര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കില്ല. തരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ടാബിൽ വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള പ്രോസസ്സർ ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടാബ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്, അതുപോലെ തന്നെ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ 12 GB റാം വെർഷനും 16 GB റാം വെർഷനൊക്കെ വന്നേക്കാം. ഇൻറ്റേർണലിൻ്റെ കാര്യത്തിൽ 256 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 512 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ വരും. ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സേ വരുള്ളൂ എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 4 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും ഇതിൽ വരിക. Android 15 ബേസ് ആയിട്ടുള്ള ZUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസർ വരും. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഓക്കെയാണ് ടാബുകളുടെ കാര്യത്തിൽ. ഇപ്പോൾ ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7600 mAhൻ്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ടാബുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് ഇത്. എന്നാലും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആദ്യം ഈ ഒരു ടാബ്ലറ്റ് ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു 50,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഒരു ടാബ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ലെനോവോയുടെ Y700 2025 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.